നമസ്കാരം. എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ യോലോ പേജിൻ്റെ പുതിയ കണ്ടന്റ് ആയിട്ടുള്ള ഡി അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് അപ്പ് ചെയ്യാം. ഇന്ന് നമുക്ക് മദ്യപാനികളെ കുറിച്ച് നോക്കാം. മദ്യപാനികൾ തന്നെ പല ടൈപ്പിലുള്ള മദ്യപാനികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടുള്ള 8 തരത്തിലുള്ള മദ്യപാനികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ ഡ്രിങ്കേഴ്സ് അഥവാ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ്. ഇത്തരം മദ്യപാനികൾ നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ഗ്യാതറിങ് എന്ന് വെച്ചാൽ പാർട്ടികളോ ആഘോഷങ്ങളോ കല്യാണങ്ങളിലോ മാത്രമേ മദ്യപിക്കൂ. മാത്രമല്ല അവർക്ക് കുടിയുടെ മേളിലൊരു നിയന്ത്രണം ഉണ്ടാവും. 1-2 പെഗ് മാത്രം അടിച്ചുകൊണ്ട് കുടി നിർത്താനും സാധിക്കും. റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ്. ഇത്തരം വിഭാഗത്തിൽപ്പെട്ട മദ്യപാനികൾ ഡെയിലി കുടിക്കാനും കുടിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഡെയിലി കുടിക്കുകയാണെങ്കിലും അവരുടെ മദ്യപാനം മൂലം അവരുടെ കുടുംബത്തിലോ ജോലിയിലോ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. ആൻഡ് അവരുടെ മദ്യപാനത്തിൽ അവർക്കൊരു നിയന്ത്രണവും ഉണ്ടാവും. അവരൊരിക്കലും കുടിച്ച് സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് എത്തുകയുമില്ല. ബീച്ച് ഡ്രിങ്കേഴ്സ് അഥവാ എപ്പിസോഡിക് ഡ്രിങ്കേഴ്സ്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നത് ഈ ബീച്ച് ഡ്രിങ്കേഴ്സാണ്. ബീച്ച് ഡ്രിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് അളവിൽ മദ്യപിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ബീച്ച് ഡ്രിങ്കേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു തിങ്കൾ തൊട്ടിട്ട് ശനി വരെ അധികം മദ്യപിക്കില്ല. ശനിയാഴ്ച രാത്രി തൊട്ടിട്ട് ഞായറാഴ്ച വരെയായിരിക്കും നന്നായിട്ട് മദ്യപിക്കും. പക്ഷേ ഈ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് അളവിലുള്ള മദ്യം പോകുന്നുണ്ടാവും. അടുത്തത് പ്രോബ്ലം ഡ്രിങ്കേഴ്സ്. ആ വേർഡ് പറയുന്നത് പോലെ തന്നെ ഇവർ കുറച്ച് പ്രശ്നക്കാരാണ്. കാരണം ഇവരുടെ മദ്യപാനം മൂലം കുടുംബത്തിലും ജോലിയിലും നാട്ടിലും പോലീസ് കേസ് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവർക്ക് കുടിയുടെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. കുടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ ഉണ്ടായാലും ഇവർ കുടി നിർത്തൂല്ല. ആൻഡ് ഇവരുടെ ലൈഫിലെ ഫസ്റ്റ് പ്രയോറിറ്റി കുടി തന്നെയായിരിക്കും. ഇത് ഫങ്ഷണൽ ആൽക്കഹോളിക്. ഇവർ കുറച്ച് വീരന്മാരാണ് കേട്ടോ. ഈ കാറ്റഗറിയിലുള്ള ആൽക്കഹോളിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ മദ്യത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരുടെ കുടി മൂലം കുടുംബത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാണ്ട് അവരിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഫങ്ഷണൽ ആൽക്കഹോളിക്. ഹെവി ഡ്രിങ്കർ. ഇത്തരം മദ്യപാനികൾക്ക് അവരുടെ കുടിയിൽ യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടാവില്ല. കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെക്ക് കെട്ടുന്ന രീതിയിൽ അവർ കുടിക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ നന്നായി മദ്യപിക്കുന്നത് കൊണ്ട് തന്നെ ലിവർ ഡിസീസ് വരാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലാണ്. എന്ന് ബാക്കിയുള്ളവർക്ക് വരില്ല എന്നല്ല, പക്ഷെ ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഫൈനലി ആൽക്കഹോളിക്. ഇപ്പം ഞാൻ 7 കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ കുടിച്ച് ലാസ്റ്റ് മദ്യമായിട്ട് ഫിസിക്കലി ഭയങ്കര ഡിപ്പെൻഡഡ് ആയി പോകും. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും, ഈവൻ രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും അല്ലെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ മദ്യം അല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും. പിന്നെ ഈ മദ്യം കിട്ടാണ്ട് വരുന്ന സമയത്ത് ഒരു പലതരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ആൽക്കഹോളിക് എന്ന് പറയുന്നത്. അപ്പോൾ 8 തരം കുടിയന്മാരെ മനസ്സിലായല്ലോ. ശരിക്കും 8 തരം ഒന്നല്ല കേട്ടോ, ഇതിൽ ഒരുപാട് തരമുണ്ട്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഓരോ കുടിയന്മാരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്റ്റൈലാണ്, വ്യത്യസ്ത രീതിയിലാണ് കുടിക്കുക. അപ്പോൾ നിങ്ങളുടെ കുടി നിങ്ങൾക്കൊരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ചികിത്സാലയത്തിലെത്തുക, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.